അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1456. സൂറത്തുൻ നഹൽ 56 മുതൽ 59 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويجعلون لما لا يعلمون نصيبا مما رزقناهم تالله لتسألن عما كنتم تفترون. ويجعلون لله البنات سبحانه ولهم ما يشتهون. وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ويجعلون അവർ നിശ്ചയിക്കുന്നു ലിമാ ലാ യഅലമൂന അവർക്ക് അറിയാത്ത ചില സാധനങ്ങൾക്ക് നസീബൻ ഒരു വിഹിതത്തെ നിശ്ചയിക്കുന്നു മിമ്മാ റസഖനാഹും നാം അവർക്ക് നൽകിയ ധനത്തിൽ നിന്ന്. അള്ളാഹു ജനങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്നൊരു വിഹിതം അവർക്ക് ഒരു കാര്യത്തെക്കുറിച്ചും ധാരണയില്ലാത്ത ബിംബങ്ങൾക്ക് അവർ നിശ്ചയിക്കുന്നു നേർച്ചയായി. തല്ലാഹി അള്ളാഹുവിനെ തന്നെ സത്യമല്ല തുസ്അലുന്ന നിശ്ചയം നിങ്ങൾ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും അമ്മാ കുന്തും തഫ്തറൂൻ നിങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ ഈ അക്രമത്തെ സംബന്ധിച്ച്. വയജഅലൂന ലില്ലാഹിൽ ബനാത്തി അവർ അള്ളാഹുവിന് പെൺമക്കളെ സ്ഥാപിച്ചു. സുബ്ഹാനഹു അവനാ അവസ്ഥയെ തൊട്ടെല്ലാം എത്രയോ പരിശുദ്ധനാകുന്നു. വലഹും മാ യശ്തഹൂൻ അവർക്കാവട്ടെ അവരാഗ്രഹിക്കുന്നതും അവർ സ്ഥാപിച്ചു. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ അവരിൽ ഒരാൾക്ക് പെൺകുഞ്ഞിനെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ നിനക്കൊരു പെൺകുഞ്ഞുണ്ടായിട്ടുണ്ട് എന്ന ഗുഡ് ന്യൂസ് ലഭിച്ചാൽ വല്ല വജഹുഹു മുസ്വദ്ദ അവന്റെ മുഖം കറുത്തിരുണ്ടു പോകുന്നതാണ്. വഹുവ കലീം അവൻ അങ്ങേയറ്റം മാനസിക വിഷമത്തിൽ ആവുകയും ചെയ്യും. യതവാറാ മിനൽ ഖൗമി അവൻ തന്റെ ജനതയിൽ നിന്നും മറഞ്ഞിരിക്കും. മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി തനിക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട വിവരത്തിന്റെ ദുഃഖം കാരണത്താൽ വിഷമം കാരണത്താൽ അവൻ മറഞ്ഞിരിക്കും ആളുകളിൽ നിന്ന്. അതായത് അയുംസിക്കുഹു അലാ ഹൂനിൻ അവന്റെ മനസ്സിൽ ആശങ്ക അല്ലെങ്കിൽ സംശയം വരും. എന്താ അയുംസിക്കുഹു ഈ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട കുഞ്ഞിനെ ഞാൻ പിടിച്ചു വെക്കണമോ അഥവാ അതിനെ ജീവിക്കാൻ അനുവദിക്കണമോ അലാ ഹൂനിൻ നിസ്സാരതയോടുകൂടെ. അതായത് ആ കുഞ്ഞിനെ ജീവിക്കാൻ അനുവദിച്ചാൽ ആളുകൾ എന്നെ കളിയാക്കും, ജനങ്ങൾ എന്നെ പരിഹസിക്കും, നാട്ടിൽ ഞാൻ വിലയില്ലാത്തവനാകും. അങ്ങനെ ഞാൻ നിന്ദ്യതയോടുകൂടെ ഈ കുഞ്ഞിനെ പിടിച്ചു വെക്കണമോ അം യദുസ്സുഹു ഫിത്തുറാബ് അതോ ഈ കുട്ടിയെ ഞാൻ മണ്ണിൽ മറക്കണമോ അഥവാ ജീവനോടെ കുഴിച്ചു മൂടണമോ എന്ന കാര്യത്തിൽ അവന് സംശയം ഉണ്ടാകും. അലാ അറിയണം സാഅമായ യഹ്കുമൂൻ അവരുടെ ഈ വിധി വളരെ മോശമായിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറഞ്ഞു. സത്യനിഷേധികളായ മുശ്രിക്കുകൾ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസങ്ങളും അവരുടെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിശൂന്യമായ നിലപാടുകളുടെ വിവിധ ശൈലികളാണ് അല്ലാഹു തആല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അല്ലാഹു പറയാണ് വയജഅലൂന ലിമാ ലാ യഅലമൂന അവർക്ക് അറിയാത്തവക്ക് അവർ ആക്കുന്നു നിശ്ചയിക്കുന്നു നസീബൻ ഒരു വിഹിതത്തെ മിമ്മാ റസഖനാഹും നാം അവർക്ക് നൽകിയതിൽ നിന്ന് എന്ന്. എന്താണ് ഈ പറയുന്നത്? ബഹുമാനപ്പെട്ട ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി യുഖ്ബിറു തആല അല്ലാഹു പറയുന്നത് അൻ ഖബാഇഹിൽ മുശ്രിക്കീൻ ബഹുദൈവാരാധകന്മാരുടെ വളരെ മോശമായ പ്രവർത്തനത്തെ പറ്റിയാണ്. അല്ലദീന അബദു മഅല്ലാഹി ഗൈറഹു അല്ലാഹുവിനോട് കൂടെ മറ്റു പലതിനെയും അവർ ആരാധിച്ചു. മിനൽ അസ്നാമി വൽ ഔസാനി വൽ അന്താദ് ബിംബങ്ങൾ പ്രതിഷ്ഠകൾ അതുപോലെ തന്നെ തുടങ്ങിയിട്ടുള്ള സംഗതികൾ അവകളൊക്കെ അള്ളാഹുവിനോട് കൂടെ അവർ ആരാധിച്ചു. ആരാധ്യ വസ്തുക്കളാണ് ഈ ബിംബങ്ങളെന്നും പ്രതിഷ്ഠകളെന്നും ഒക്കെ അവർ പറഞ്ഞു. അതോടൊപ്പം വജഅലൂലഹ ആ ബിംബങ്ങൾക്ക് അവർ നിശ്ചയിക്കുകയും ചെയ്തു നസീബൻ ഒരു വിഹിതത്തെ
മിമ്മാ റസഖഹുമുല്ലാഹു അവർക്ക് അല്ലാഹു നൽകിയ ധനത്തിൽ നിന്ന്. അവർക്ക് അല്ലാഹു തആല വല്ല സമ്പത്തും നൽകിയാൽ ആ നൽകിയ സമ്പത്തിൽ നിന്ന് ഒരു വിഹിതത്തെ നേർച്ചയായി ഈ ബിംബങ്ങൾക്ക് ഒരു പ്രസാദമായി അവരെന്ത് ചെയ്യുന്നു, അർപ്പിക്കുന്നു. അല്ലാഹുവിനു വേണ്ടി വല്ലതും ധർമ്മം ചെയ്യുക എന്ന് പറയുന്നത് പോലെ ഇവരുടെ ദൈവങ്ങൾക്ക് വേണ്ടി അവരെന്ത് ചെയ്യുന്നു, നേർച്ചകൾ നേരുന്നു. എന്നിട്ട് ആ ദൈവങ്ങളുടെക്ക് ആരാധന എന്ന രൂപത്തിൽ അവകൾക്കുള്ള നേർച്ച എന്ന രൂപത്തിൽ അവരവരുടെ കന്നുകാലികളിൽ നിന്ന് പലതിനെയും നേർച്ച നേരുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ കൃഷിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു വിഹിതം അവർ നിശ്ചയിക്കുന്നുണ്ട്. അങ്ങനെ നിശ്ചയിച്ചിട്ട് ആ ദൈവങ്ങൾക്ക് അവരത് നൽകുകയും ആ ദൈവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വലിയ സഹായം ചെയ്യുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ അല്ലാഹു തആല അവരെപ്പറ്റി പറയുന്നത് എന്താണ്? തല്ലാഹി, അല്ലാഹുവിനെ തന്നെ സത്യം, ലതുസ്അലുന്ന, ജനങ്ങളെ ഇவ்விதം അക്രമം ചെയ്യുന്ന നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അമ്മാ കുന്തും തഫ്തറൂൻ, നിങ്ങൾ മെനഞ്ഞുണ്ടാക്കിയ ഈ ശിർക്കിനെ സംബന്ധിച്ച്. അതായത് ഈ ദൈവങ്ങളെന്ന് പറയുന്ന ഇവർ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവരെന്ത് ചെയ്യുന്നു, നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്നു, അവകൾക്ക് വേണ്ടി അറിവ് നടത്തുന്നു, അവകൾക്ക് വേണ്ടി കൃഷിയുടെ ഒരു വിഹിതത്തെ അവര് നൽകുന്നു. എന്നാൽ ഈ ദൈവങ്ങളെ ഇവർ ആരാധിച്ചാൽ വല്ല ഗുണവുമുണ്ടോ? അറിയില്ല. ഈ ദൈവങ്ങൾ അവർ അവഗണിച്ചാൽ വല്ല പ്രശ്നമുണ്ടോ? അതും അവർക്കറിയില്ല. അതാണ് ലിമാലായ അലമൂന എന്ന് പറഞ്ഞത്. അവർക്ക് അറിയാത്തവക്ക് അവരെന്ത് ചെയ്യുന്നു, ഒരു വിഹിതം നിശ്ചയിക്കുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആം 6-ാം അധ്യായം അതിന്റെ 136-ാമത്തെ ആയത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം വിശദീകരിച്ചത് കാണാം. وَجَعَلُوا لِلَّهِ مِمَّا ذَرَأَ مِنَ الْحَرْثِ وَالْأَنْعَامِ نَصِيبًا فَقَالُوا هَذَا لِلَّهِ بِزَعْمِهِمْ وَهَذَا لِشُرَكَائِنَا فَمَا كَانَ لِشُرَكَائِهِمْ فَلَا يَصِلُ إِلَى اللَّهِ وَمَا كَانَ لِلَّهِ فَهُوَ يَصِلُ إِلَى شُرَكَائِهِمْ سَاءَ مَا يَحْكُمُونَ. അല്ലാഹു തആല 136-ാമത്തെ ആയത്ത് സൂറത്തുൽ അൻആം അതിൽ അല്ലാഹു പറയാണ്, വജഅലൂ ലില്ലാഹി മിമ്മാ ദറഅ, അല്ലാഹു തആല സൃഷ്ടിച്ചതിൽ നിന്ന് അല്ലാഹുവിനെ അവർ നിശ്ചയിക്കുന്നു. മിനൽ ഹർസി വൽ അൻആം, കൃഷികൾ അതേപോലെ കന്നുകാലികൾ, ഇതിൽ നിന്നൊക്കെ നസീബൻ ഒരു വിഹിതം നിശ്ചയിക്കുന്നു. അതായത് പടച്ചോന് ഇത് നിവേദ്യമാണ്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് നേർച്ചയാണ്, അള്ളാഹുവിന് ധർമ്മമാണ് എന്നൊക്കെ പറഞ്ഞ അവരുടെ സമ്പത്തിന്റെ ഒരു വിഹിതം അവർ നിശ്ചയിക്കും. എന്നിട്ട് ഫഖാലു ഹാദാ ലില്ലാഹ്, ഇത് അള്ളാഹ്ക്കുള്ളതാണെന്ന് പറയുമ്പോൾ ജഅമിഹിം, അവരുടെ വാദപ്രകാരം. യഥാർത്ഥത്തിൽ അത് അള്ളാഹ്ക്കുള്ളതല്ല. കാരണം എന്തുകൊണ്ട്? അള്ളാഹുവിന് വേണ്ടി വല്ലതും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവനെ മാത്രം ആരാധ്യനായി കണ്ട് ചെയ്താലേ അള്ളാഹു തആല സ്വീകരിക്കൂ. അള്ളാഹുവിനെ പോലെ ആരാധിക്കപ്പെടാൻ അർഹതയുണ്ടെന്ന് മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചോ ഒരു വസ്തുവിനെ സംബന്ധിച്ചോ വിശ്വസിച്ചിട്ട് ഞങ്ങൾ അള്ളാഹുവിനെയും വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ആ പറച്ചിൽ കണക്കിൽ ഉൾക്കൊള്ളിക്കുകയില്ല, അല്ലെങ്കിൽ ആ പറച്ചിൽ പരിഗണിക്കപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇത് അള്ളാഹ്ക്കുള്ളതാന്ന് അവർ പറഞ്ഞിട്ടും അള്ളാഹു സ്വീകരിക്കുന്നില്ല. കാരണം എന്താ? ശിർക്ക് ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞ സംഗതി അള്ളാഹു തആല സ്വീകരിക്കുന്നതല്ല. വഹാദാലി ശുറക്കായിന, ഇത് ഞങ്ങളുടെ പങ്കാളികൾക്കുള്ളതാണ്. അള്ളാഹുവിനോട് ഞങ്ങൾ പങ്കാളികളാക്കി വെച്ചിട്ടുള്ള മറ്റ് ആരാധ്യന്മാർ, ഇത് അവർക്കുള്ളതാണെന്ന് പറഞ്ഞു. ഒരു വിഹിതം അവരുടെ കൃഷികൾ കൊയ്തെടുക്കുമ്പോൾ, വിളവ് കൊയ്തെടുക്കുന്ന സമയത്ത് ഒരു വിഹിതം, അവരുടെ സമ്പത്തിൽ നിന്നൊരു വിഹിതം അവര് നേർച്ചയ്ക്ക് വേണ്ടി ദൈവങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ മാറ്റിവെക്കും. ആ മാറ്റിവെക്കുന്നതിൽ നിന്ന് ഒരു വിഹിതം അള്ളാഹുവിനുള്ളതാണെന്ന് പറയും, ഒരു വിഹിതം മറ്റു ദൈവങ്ങൾക്കുള്ളതാണെന്നും പറയും. എന്നാൽ അങ്ങനെ അള്ളാഹുവിനുള്ളതാണെന്നും മറ്റു ദൈവങ്ങൾക്കുള്ളതാണെന്നും പറഞ്ഞ് മാറ്റിവെച്ചതിൽ നിന്ന് തന്നെ ഫമാ കാന ലി ശുറക്കാഇഹിം, അവരുടെ ബിംബങ്ങൾക്ക് ദൈവങ്ങൾക്കുള്ളത് ഫലാ യസ്ലു ഇലല്ലാഹ്, അത് അള്ളാഹുലേക്ക് ചേരുകയില്ല. എന്ന് പറഞ്ഞാൽ ദൈവങ്ങൾക്ക് വേണ്ടി അവർ മാറ്റിവെച്ച വിഹിതത്തിൽ നിന്നൊരു ഈത്തപ്പഴം, ഉദാഹരണം, ഒരു ഈത്തപ്പഴം ഉരുണ്ട് അള്ളാഹുവിന് വേണ്ടി വെച്ച ആ ഓഹരിയിലേക്ക് ചെന്ന് വീണു എന്ന് സങ്കല്പിച്ചോളൂ. എന്നാൽ ആ ഈത്തപ്പഴം അവർ തിരിച്ചെടുത്ത് ബിംബങ്ങളുടെ വിഹിതത്തിൽ തന്നെ വെക്കും. അതേസമയത്ത് ഒമാക്കാന ലില്ലാഹി, അള്ളാഹുവിനുള്ളത് എന്നവർ പറഞ്ഞു മാറ്റിവെച്ച വിഹിതം ഫഹുവ യസ്ലു ഇലാ ശുറക്കാഇഹിം, അതവരുടെ മറ്റു ദൈവങ്ങൾക്കുള്ളതിലേക്ക് ചേരും. അള്ളാഹുവിനുള്ളതിലേക്ക് മറ്റു ദൈവങ്ങളുടെ വിഹിതം ചെന്നു ചേർന്നാൽ അതെടുത്ത് ഇപ്പുറത്ത് തന്നെ വെക്കും. അതേസമയത്ത് അള്ളാഹുവിനുള്ള വിഹിതത്തിൽ നിന്നൊന്ന് എന്തെങ്കിലും ഒരു കൃഷിയുടെ ഭാഗമോ അല്ലെങ്കിൽ മറ്റോ
എന്തിലേക്ക് ചേർന്നാൽ ഈ ബിംബങ്ങൾക്കുള്ളതിലേക്ക് വന്നു ചേർന്നാൽ അതവിടെ നിന്നോട്ടെ എന്നവർ പറയും. സാഅമായ ഹുക്കുമൂൻ, അവരുടെ വിധി വളരെ ചീത്ത എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്താ അർത്ഥം? അള്ളാഹുവിന് വേണ്ടി എന്ന് പറയുമ്പോ തന്നെ അവരുടെ മനസ്സ് മുഴുവനും ഈ കീഴ്ദൈവങ്ങളാണ് നിറഞ്ഞു നിൽക്കുന്നത്. അതിനെയാണ് അവർ പരിഗണിക്കുന്നത്, അതിനോടാണ് അവർക്ക് താല്പര്യമുള്ളത്, അതിനെ സന്തോഷിപ്പിക്കാനാണ് അവർ പണിയെടുക്കുന്നത്. പക്ഷേ ആ ദൈവങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ? ഇവർ നിവേദ്യം സമർപ്പിച്ചതും അവകൾ അറിയുന്നില്ല. ഇനി നിവേദ്യം സമർപ്പിക്കാതെ അവർ അവഗണിച്ചാലും അവരറിയുന്നില്ല. നിവേദ്യം സമർപ്പിച്ചു എന്നതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ചെറിയ അനുഗ്രഹമെങ്കിലും ഇവർക്ക് നൽകാൻ ആ ദൈവങ്ങൾക്ക് സാധിക്കില്ല. ഇനി ഒരു നിവേദ്യവും സമർപ്പിച്ചില്ലെങ്കിലും ഒരു നേർച്ചയും നേർന്നില്ലെങ്കിലും ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനും ആ ദൈവങ്ങൾക്കാവില്ല. എന്നിട്ടും അവകൾക്ക് അള്ളാഹുവിനെ പോലെ സ്ഥാനം നൽകുന്ന കടുത്ത അക്രമം അഥവാ ശിർക്ക് എന്ന് പറയുന്ന ഗുരുതരമായിട്ടുള്ള തിന്മ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ് എന്നാണ് അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. എന്നിട്ടാണ് അല്ലാഹ് പറയുന്നത് വയജഅലൂന ലിമാ ലാ യഅലമൂന, അവർക്ക് അറിവില്ലാത്ത സാധനങ്ങൾക്ക് അവർ നിശ്ചയിക്കുന്നു. അറിവില്ലാത്ത പറഞ്ഞാൽ ഇവർക്ക് ആരാധന ചെയ്താൽ വല്ല കാര്യമുണ്ടോ, ആരാധന ചെയ്തില്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ, ഇതൊന്നും ഇവർക്ക് അറിയില്ല. എന്നിട്ടും ചില കല്ലുകളെ അവർ ബിംബമാണ്, ദൈവമാണ് എന്ന് പറഞ്ഞാൽ സങ്കല്പിക്കുന്നു. എന്നിട്ട് അവകൾക്ക് നേർച്ചയാണ് എന്ന് പറഞ്ഞ് കുറെ സംഗതികൾ ചെയ്യുകയും ചെയ്യുന്നു. ഇവിടെ നമ്മുടെ നാടുകളിലൊക്കെ വ്യാപകമായ ഒരു തെറ്റിദ്ധരിപ്പിക്കൽ നടക്കലുണ്ട്. കണ്ടോ, അള്ളാഹുവിന് പുറമെയുള്ള ആളുകൾക്ക് നേർച്ച നേർന്നാൽ, മൃഗങ്ങളെ നേർച്ചയാക്കിയാൽ, കൃഷികളെ നേർച്ചയാക്കിയാൽ അതൊന്നും തന്നെ ശിർക്കാണ് എന്നല്ലേ ഈ പറഞ്ഞത്? അപ്പൊ പിന്നെ മമ്പർത്ത തങ്ങൾക്കുള്ള ആട്, അല്ലെങ്കിൽ പിന്നെ ഉള്ളാളത്തേക്കുള്ള ആട്, അല്ലെങ്കിൽ റസൂലുള്ള ബദരീങ്ങൾക്കുള്ള കോഴി, അല്ലെങ്കിൽ ബദരീങ്ങൾക്കുള്ള പോത്ത് എന്നൊക്കെ പറഞ്ഞ് നേർച്ചയിടുന്നത് എത്രമാത്രം കുറ്റാണ്, അതുകൊണ്ട് ആ മാംസം തിന്നാൻ പാടില്ല എന്നൊക്കെ നമ്മുടെ നാട്ടിൽ ചില സാധുക്കൾ പറയാറുണ്ട്. എന്താണ് വിവരമില്ലായ്മ എന്നത് വല്ലാത്തൊരു വിഷമമാണ് എന്നേ എനിക്കതിനെ കുറിച്ച് പറയാനുള്ളൂ. കേരളത്തിലല്ല, ലോകത്തെവിടെയും മുസ്ലിമീങ്ങൾ അള്ളാഹു അല്ലാത്ത ഒരു ശക്തിക്കും അതെത്ര വലിയ ആളായാലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ അള്ളാഹുവിനെ കഴിച്ച പിന്നെ ഏറ്റവും വലിയ ശക്തി, എന്നാൽ ആ റസൂലുള്ളാഹിക്ക് പോലും ആരാധ്യൻ എന്ന കാഴ്ചപ്പാടിൽ യാതൊന്നും നൽകാത്തവരാണ് മുസ്ലിമീങ്ങൾ. ആരാധ്യൻ എന്ന നിലക്ക് അള്ളാഹുവിനെ മാത്രമേ അവർ കാണൂ. പിന്നെ എന്താണ് അവരുടെ നേർച്ച എന്ന് പറഞ്ഞാൽ, ഇത് ബദരീങ്ങളുടെ കോഴിയാണ്, അല്ലെങ്കിൽ മമ്പർത്ത തങ്ങൾക്കുള്ള പോത്താണ്, അല്ലെങ്കിൽ ഉള്ളാളത്തേക്കുള്ള ആടാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഞങ്ങൾ ആരാധിച്ചു, അല്ലെങ്കിൽ അവർക്ക് ആരാധനയായിട്ട് മുശ്രിക്കുകൾ അവരുടെ ദൈവങ്ങൾക്ക് പ്രതിഷ്ഠകൾക്ക് ആരാധനയായി സമർപ്പിച്ചതുപോലെ ആരാധിക്കുന്നു എന്നല്ല, മറിച്ച് അള്ളാഹു ആകുന്ന യജമാനു വേണ്ടി ഞങ്ങൾ സദക്ക ചെയ്യുക എന്ന, അല്ലെങ്കിൽ നേർച്ചയാക്കുക എന്നൊരു പുണ്യകർമ്മം ചെയ്തിട്ട് അതിന്റെ പ്രതിഫലം അള്ളാഹു തആല ഈ മഹാന്മാർക്ക് നൽകണം എന്ന് ആഗ്രഹിക്കുന്നു എന്നാണ്. ഏതുപോലെ നമ്മളൊരു ഫാത്തിഹ ഓതിയിട്ട് അള്ളാഹുവിന് വേണ്ടി ഖുർആൻ ഓതി, എന്നിട്ട് നമ്മൾ ദ്വാർക്കും അള്ളാഹിനോട്, പഠിച്ചോനെ ഞാൻ ഈ ഓതിയ ഖുർആനിന്റെ പ്രതിഫലം എന്റെ ഇന്ന ആളുകൾക്ക് നീ നൽകണമേ എന്ന് പറഞ്ഞാൽ, മയ്യത്ത് നിസ്കരിച്ചു നമ്മളൊരാൾ മരിച്ചിട്ട് ആ ആൾക്ക് വേണ്ടി, പഠിച്ചോനെ ഞാനീ നിസ്കരിച്ച ഇബാദത്ത് അത് നിനക്കാണ്, ഇതിന്റെ പ്രതിഫലവും ഇതിന്റെ ഗുണവും കിട്ടേണ്ടവർക്കായി മയ്യത്തിനാണ് എന്ന് പറഞ്ഞതിൽ വല്ല കുഴപ്പമുണ്ടോ? അതിലൊരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞതിലും ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? ബദരീങ്ങളെ ആട് എന്ന് പറഞ്ഞാലും അമൃതങ്ങളെ കോഴി എന്ന് പറഞ്ഞാൽ അല്ലല്ലാത്ത പോലെ പേര് പറഞ്ഞു, അതുകൊണ്ട് അത് തിന്നാൻ പാടില്ല എന്ന് നമ്മുടെ നാട്ടിൽ ചില സാധുക്കൾ പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ പുതിയാപ്പിള വരുമ്പോ പുതിയാപ്പിളക്ക് അറക്കാനുള്ള കോഴിയാണെന്ന് പറഞ്ഞാൽ പുതിയാപ്പിളുടെ പേര് പറഞ്ഞുകൊണ്ട് ചുരുക്കാവോ? അത് തിന്നാൻ പാടില്ല എന്ന് ആരെങ്കിലും തലച്ചോറിനോട് പറയോ? അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കലാണ്. മുസ്ലിമീങ്ങൾക്ക് നേരെ ശിർക്കാരോപിക്കുക എന്നൊരു വല്ലാത്ത മാനസിക അസുഖം പിടികൂടിയവരുടെ ജൽപ്പനങ്ങൾ മാത്രമാണ് എന്ന് മനസ്സിലാക്കണം. നമ്മളൊരിക്കലും അള്ളാഹു അല്ലാത്ത ഒരു വ്യക്തിക്കും ഒരു മഹാനും എന്ത് ചെയ്യണില്ല, ആരാധന അർപ്പിക്കുന്നില്ല. അവർക്ക് വേണ്ടി നമ്മൾ ഒരു ഇബാദത്തും ചെയ്യുന്നില്ല, മറിച്ച് നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തിന്റെ പ്രതിഫലം അത് ആ മഹാന്മാർക്ക് കിട്ടണം എന്നാഗ്രഹിക്കുന്നു. അത് ഇസ്ലാമിൽ കുഴപ്പമുള്ള സംഗതിയും അല്ല. നിങ്ങൾ നോക്കൂ, ഇപ്പൊ നമ്മൾ എത്തീങ്കാനക്ക് നേർച്ചയാക്കാറില്ലേ സാധാരണ? എല്ലാവരും പറയുമല്ലോ, ഇവരും പറയുമല്ലോ, എത്തീങ്കാനക്ക് നേർച്ചയാക്കാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ ഇല്ല. മറിച്ച് എന്താ എത്തീങ്കാനക്ക് നേർച്ചയാക്കാറിന്റെ അർത്ഥം? അള്ളാഹുവിന് വേണ്ടി നമ്മൾ സദക്ക ചെയ്ത് ആ സദക്കയുടെ പിന്നെ ഗുണം ആർക്ക് കിട്ടട്ടെ, ആ എത്തീം മക്കൾക്ക് കിട്ടട്ടെ എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ സദക്ക എത്തീങ്കാനക്ക് നേർച്ച എന്നല്ല, എത്തീം കുട്ടികൾക്ക് നേർച്ച എന്ന് പറഞ്ഞാൽ അവർക്ക് ഇബാദത്ത് എടുക്കുന്നല്ല. സദക്ക എന്ന ഇബാദത്ത് ആർക്കാ? അള്ളാഹുവിനാണ്. പക്ഷെ അതിന്റെ ഗുണം ആർക്ക് ലഭിക്കുന്നു? ഈ കുട്ടികൾക്ക് ലഭിക്കുന്നു.
അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു സംഭാവന ചെയ്യുമ്പോൾ, ബാഹ്യലോകത്തുള്ളവർക്ക് സംഭാവന ചെയ്യുമ്പോൾ ആ സംഗതി കൊണ്ട് തന്നെ ചിലവർക്ക് ഗുണം കിട്ടും. എന്നാൽ ആ പ്രവർത്തനത്തിന്റെ പ്രതിഫലം എന്ന അർത്ഥത്തിലാണ് മരിച്ചുപോയ ആളുകൾക്ക് കൊണ്ട് ഗുണം കിട്ടുന്നത് എന്നു മാത്രം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇത് ഇസ്ലാം മതത്തിൽ എത്ര വ്യക്തമായിട്ടുള്ള സംഗതിയാണ്. മരണപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ധർമ്മം ചെയ്താൽ അവർക്ക് കൂലി കിട്ടൂലേ? ഇത് മുസ്ലിം ലോകത്ത് വാസ്തവത്തിൽ തർക്കല്ലാത്ത സംഗതിയാണെന്നാണ് ഇബ്നു തൈമിയ പോലും പറയുന്നത്. മരിച്ചവർക്ക് കൊണ്ട് സദക്ക ഇതാ കൂലി കിട്ടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് സഅദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വന്നില്ലേ, നബിയെ എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചുപോയി, സംസാരിക്കാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് ഉമ്മ മരിച്ചത്, അതുകൊണ്ട് ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി വല്ലതും ചെയ്താൽ ഉമ്മാക്ക് കൂലി കിട്ടുമോ എന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു കിട്ടും. അപ്പൊ മഹാനവറുകൾ എന്താ ചെയ്തത്? അവിടെ നിന്ന് ഏറ്റവും ആവശ്യമുള്ള ഒരു ശുദ്ധജലത്തിന് ഒരു കിണർ കുഴിച്ചു. കിണർ കുഴിച്ചിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഹാദിഹി ലി ഉമ്മി സഅദീൻ, ഈ കിണർ അഥവാ മുസ്ലിമീങ്ങൾക്ക് വെള്ളം കുടിക്കാൻ, ജനങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ഒരു കിണർ കുഴിച്ചിട്ട് ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു പറയാണ് ഹാദിഹി ലി ഉമ്മി സഅദീൻ, ഈ കിണർ സഅദിന്റെ ഉമ്മാക്കുള്ളതാണ്. സഅദിന്റെ ഉമ്മാക്കുള്ളതെന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് ഖബറിൽക്കൊരു പൈപ്പ് ഇട്ട് കൊടുക്കുന്നതാണോ? അല്ല, ജനങ്ങൾ വെള്ളം കുടിക്കുക എന്ന ആ ഒരു നന്മ, അതിന് ഞാൻ കാരണക്കാരനായിട്ട് അതിന് എനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്റെ ഉമ്മാക്ക് ലഭിക്കണമെന്നാണ്. അതന്നെയാണ് എവിടെയും ബദരീങ്ങൾ ആട് എന്ന് പറഞ്ഞാൽ ഈ ആടിനെ അറുത്ത് സദക്ക ചെയ്തിട്ട് അതിന്റെ പ്രതിഫലം ബദരീങ്ങൾക്ക് ലഭിക്കണമെന്നാണ് മുസ്ലിമീങ്ങൾ പറയുന്നത്. അതിനെക്കുറിച്ച് ശിർക്കാണ് എന്നൊക്കെ പറഞ്ഞ് മക്കത്തെ മുശ്രിക്ക് അള്ളാഹു അല്ലാത്ത ദൈവങ്ങളാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവകൾക്ക് വേണ്ടി നേർച്ച നേർന്നതിനെ സംബന്ധിച്ച് ഇതിനോട് കമ്പയർ ചെയ്ത് പറയുന്നത് ഇസ്ലാം മതത്തിൽ കടുത്ത അക്രമം കാണിക്കലാണ്, കുത്തിത്തിരിപ്പിന്റെ ശൈലിയാണ് എന്നേ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ എന്നുകൂടി ഇതിന്റെ ഇടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുന്നു. ഇത്തരം ചർച്ചകളുടെ ഇടയിൽ അത്തരം ചില ദുസ്തലാക്കോടുകൂടെയുള്ള വിശദീകരണങ്ങൾ കടത്തിക്കൂട്ടാറുണ്ട് ചിലർ എന്നതുകൊണ്ട് അത് സൂചിപ്പിക്കാതെ പോകുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. ഓക്കെ. എന്നിട്ട് അല്ലാഹു തആല വീണ്ടും പറയുന്നു വയജഅലൂന ലില്ലാഹിൽ ബനാത്തി, അല്ലാഹുവിന് അവർ പെൺമക്കളെ സ്ഥാപിക്കുന്നു. സുബ്ഹാനഹു, അല്ലാഹു അത്തരം മക്കളെ ഉണ്ടാക്കുന്നതിനെ തൊട്ടെല്ലാം എത്രയോ പരിശുദ്ധനാകുന്നു. വലഹും മാ യശ്തഹൂൻ, അവർക്ക് അവർ ആഗ്രഹിക്കുന്നതും അവരുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ മക്കത്തെ മുശ്രിക്കിന്റെ ഒരു ശൈലി എന്തായിരുന്നു? അവരുടെ ശൈലി പെൺമക്കൾ അവർക്ക് തീരെ കണ്ടുകൂടാ. തുടർന്നുള്ള ആയത്തിൽ പറയുന്നുണ്ട് സ്ത്രീകൾ എന്ന് പറയുന്നത്, പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഒരു ഭാരമാണ്, അപമാനമാണ് എന്നവർ വിചാരിച്ചിരുന്നു. എന്നാൽ മലക്കുകൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പെൺമക്കളാണെന്നും അവർക്ക് ഞങ്ങൾ ആരാധന ചെയ്യുന്നു എന്നും ഇവർ പറയുകയും ചെയ്തു. അപ്പോ ഇവർക്ക് പെൺമക്കൾ ഇഷ്ടമല്ലാതിരുന്നിട്ട് കൂടി അവർക്ക് ഇഷ്ടമല്ലാത്ത, അവർക്ക് ആൺകുട്ടിയെ വേണം, എന്നിട്ട് മലക്കുകൾ പടച്ചവന്റെ പെൺമക്കളാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ അവർ വല്ലാതെ താഴ്ത്തിക്കെട്ടുകയാണ്. അപ്പൊ അവരുടെ ഈ ഒരു വ്യാഖ്യാനം അല്ലെങ്കിൽ ഈ ഒരു വിഭജനം അത് അങ്ങേയറ്റം വൃത്തികെട്ടതാണ് എന്നാണ് ഖുർആൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. അതാണ് വയജഅലൂന ലില്ലാഹിൽ ബനാത്തി, അവർ അള്ളാഹുവിന് പെൺമക്കളെ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ മലക്കുകൾ പടച്ചവന്റെ പെൺമക്കളാണെന്ന് അവർ പറഞ്ഞു. സുബ്ഹാനഹു, അല്ലാഹു തആല അതിനെ തൊട്ടെല്ലാം പരിശുദ്ധരാകുന്നു. അള്ളാഹു അവനെ പരിചയപ്പെടുത്തിയ അങ്ങനെ അലം യലിദ് വലം യൂലദ്, അള്ളാഹു തആല സന്താനോൽപാദനം നടത്തിയിട്ടില്ല, മറ്റൊരു രക്ഷിതാക്കളാൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടതുമല്ല അള്ളാഹു. ഇതല്ലേ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത്. അപ്പൊ മക്കളുണ്ട് അള്ളാഹുവിനെന്ന് പറയുന്നത് പടച്ചവന് വളരെ ദേഷ്യമുള്ള കാര്യമാണ്. ആ അക്രമം അവർ ചെയ്തു. എന്നിട്ടോ വലഹും മാ യശ്തഹൂൻ, അവർക്ക് അവർ ആഗ്രഹിക്കുന്നതുണ്ട് താനും. അവരുടെ വിഭജനമാണ്. ഞങ്ങൾക്ക് പെൺകുട്ടികളെ വേണ്ട, പെൺകുട്ടികൾ അള്ളാന്റേതാണ്, മലക്കുകൾ പടച്ചവന്റെ പെൺമക്കളാണ് എന്ന വിഭജനം കടുത്ത അനീതിയാണ് എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. എന്നിട്ട് അവരുടെ നിലപാട് അല്ലാഹു പറയാണ് വൈദാ ബുശ്ശിറാ അഹദുഹും ബിൽ ഉൻസ, അവരിൽ നിന്നൊരാൾക്ക് പെൺകുട്ടിയെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടാൽ നല്ല വജുഹുഹു മുസ്വദ്ദൻ, അവന്റെ മുഖം കറുത്തിരുണ്ടതാകുന്നതാണ്. വഹുവ കലീം, അവൻ അങ്ങേയറ്റം വിഷമത്തിലുമായിരിക്കും, മാനസിക വ്യതയിലുമായിരിക്കും. അങ്ങനെ വിഷമിച്ചുകൊണ്ട് അവൻ മുഖം കറുത്തിരുള്ളൂ എന്ന് പറഞ്ഞാൽ വിഷമം കൊണ്ടുണ്ടാകുന്ന പ്രയാസം അവന്റെ മുഖത്ത് പ്രകടമാകുന്നു. അല്ലാതെ സാധാരണ നമ്മൾ വെളുപ്പ് കറുപ്പ് എന്ന് പറഞ്ഞാൽ ആ കറുപ്പല്ല ഉദ്ദേശിക്കുന്നത്, അവന്റെ മുഖത്ത് അതിന്റെ വിഷമം പ്രകടമാകും. എതവാറാ മിനൽ ഖൗമി, ജനതയിൽ നിന്ന് അവൻ മറഞ്ഞു നിൽക്കും. മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി, തനിക്ക് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടതിന്റെ ദുഃഖം കാരണത്താൽ, വിഷമം കാരണത്താൽ. അതായത് ഈ കേട്ടത് ഗുഡ് ന്യൂസ് അല്ല, മറിച്ച് ഏറ്റവും വലിയ ബാഡ് ന്യൂസ് ആണ് എന്റെ ജീവിതത്തിൽ എന്നായിരിക്കും അവൻ ചിന്തിക്കുക. എന്നിട്ട് അവന്റെ മനസ്സിലുള്ളത് എന്താ? അയുംസിക്കുഹു അലാ ഹൂനിൻ, നിസ്സാരതയോടുകൂടെ ഞാൻ ഈ കുട്ടിയെ പിടിച്ചു വെക്കണോ അഥവാ ജീവിക്കാൻ വിടണോ, അം യദുസ്സുഹു ഫിത്തുറാബ്, അതോ മണ്ണിൽ കുഴിച്ചു മൂടണോ, ഇതായിരിക്കും അവന്റെ ചിന്ത. അലാ സാഅമായ ഹക്കുമൂൻ, അവർ വിധിക്കുന്ന വിധി വളരെ ചീത്ത. അള്ളാഹുവിന് പെൺമക്കളുണ്ട് എന്ന് പറഞ്ഞതും അതേപോലെ തന്നെ ഇവർക്ക് പെൺമക്കൾ ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാനാവില്ല എന്ന് പറഞ്ഞ
സാമൂഹിക ദുരാചാരവും, ഇത് രണ്ടും അങ്ങേയറ്റം മോശമായ നിലപാടാണ്. അപ്പൊ അള്ളാഹുവിന് പെൺമക്കളുണ്ട് എന്ന് പറയാ, അള്ളാഹുവിന് മക്കളെ സ്ഥാപിക്കുക, എന്നിട്ട് അവകൾ അള്ളാഹുവിന്റെ പെൺമക്കളായതുകൊണ്ട് തന്നെ അവർക്ക് ആരാധിക്കാമെന്ന് പറയാ. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അക്രമങ്ങൾ ചെയ്ത അവർ, പക്ഷെ അവർക്ക് പെൺമക്കളെ കണ്ടുകൂടാ എന്ന നിലപാട് സ്വീകരിച്ചു. അങ്ങനെ ജനിക്കുമ്പോൾ തന്നെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ശൈലി, ഇനി അഥവാ കുറച്ചൊക്കെ മുന്നോട്ട് പോയാലും ഒരു 5-6 വയസ്സുവരെയൊക്കെ കൊണ്ടു നടന്ന് പിന്നെ കൊന്നുകളയുന്ന ശൈലി എന്ന് പറഞ്ഞാൽ ആളുകളുടെ മുന്നിൽ ഇനി മറച്ചുവെക്കാൻ സാധിക്കില്ല എന്ന് തോന്നുമ്പോൾ നിർദാക്ഷിണ്യം കൊന്നുകളയുന്ന ശൈലി സ്വീകരിച്ചിരുന്ന ആളുകളാണവർ. അങ്ങനത്തെ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഈ പെൺകുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കേണ്ടവരാണ് എന്ന് അവരെ വളർത്തുന്നതിനും വലുതാക്കുന്നതിനും അവർക്ക് വേണ്ടി സേവനം ചെയ്യുന്നതിനുമൊക്കെ വലിയ പ്രതിഫലം പ്രഖ്യാപിച്ച ഒരു മതത്തെ നോക്കി സ്ത്രീവിരുദ്ധമാണ് ഈ ഇസ്ലാം എന്ന് പറയുന്ന ആളുകൾ എന്തുമാത്രം വിവരദോഷികളാണ് എന്ന് കൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.